സ്വാമി വിവേകാനന്ദൻ സഞ്ചരിച്ച വഴി പിന്തുടർന്ന ശാരദ ടീച്ചർ. സ്വാമി വിവേകാനന്ദന്റെ മാർഗം ജീവിതമായി സമർപ്പിച്ചയാളാണ് ശാരദ ടീച്ചർ. വിവേകാനന്ദന്റെ ചരിത്രപ്രസിദ്ധമായ അമേരിക്കൻ യാത്രയിലെ വിശേഷങ്ങൾ ജനം TV പുത്തൻ പുലരിയിൽ പങ്കുവയ്ക്കുകയാണ് ശാരദ ടീച്ചർ. സ്വാമി വിവേകാനന്ദനെ കുറിച്ചുള്ള വിശേഷങ്ങളും അനുഭവങ്ങളും ജനം TVയോട് പങ്കുവയ്ക്കുകയാണ് ശാരദ ടീച്ചർ. സ്വാമി വിവേകാനന്ദനും ശ്രീരാമകൃഷ്ണ പരമഹംസരും അവതാര പുരുഷന്മാർ തന്നെയാണ്. ഇരുവരിലും നിന്ന് കിട്ടുന്നത് സ്നേഹം മാത്രമാണെന്നും ശാരദ ടീച്ചർ പറയുന്നു. ഭഗവാനെ ശരിക്കും അവതാര പുരുഷനാണെന്നുള്ള വിശ്വാസമുണ്ട്, ഭഗവാനായിട്ടുണ്ട്. പക്ഷെ ഭഗവാനാണെങ്കിലും ഈ വചനാമൃതം ഗോസ്പൽ ഓഫ് ശ്രീരാമകൃഷ്ണ വായിച്ചു കഴിയുമ്പോൾ ഭഗവാൻ എല്ലാമാണ് നമ്മളുടെ. സ്വാമിജിയൊക്കെ പറയുന്ന പോലെ തന്നെ അതേ ഫീലിംഗാണ് ഇപ്പോൾ വരുന്നത്, നമുക്കുള്ളിൽ വരുന്നത്. ഭഗവാനെ ആ ഭഗവാൻ എന്നുള്ള ഭക്തി, ഭയമില്ല, അത് ഭയം എന്ന് പറയാൻ പറ്റില്ല, ഭക്തിയുണ്ട് നല്ലോണം. പക്ഷേ അതിനെക്കാളും സ്നേഹമാണ് എനിക്ക്. ഞാൻ പറഞ്ഞ ഈ സ്വാമിമാരിൽ നിന്ന് കിട്ടുന്ന വാത്സല്യം കൊണ്ട് ഭഗവാനെ ആ ലെവലിൽ ആ ഒരു സ്നേഹം കിട്ടുന്ന ഇതിലാണ് ഞാൻ ആ ഭഗവാന്റെ സ്നേഹം എന്ന് പറയുമ്പോൾ അതാ ആസ്വദിക്കുന്നത്. 1957-58 കാലഘട്ടത്തിൽ തൃശൂർ ശ്രീരാമകൃഷ്ണ ശാരദാ മിഷൻ ഹൈസ്കൂളിൽ പഠനം ആരംഭിച്ച കാലം മുതലാണ് വിവേകാനന്ദനെയും ശ്രീരാമകൃഷ്ണ പരമഹംസരെയും പറ്റി കൂടുതലായി അറിഞ്ഞത്. പുസ്തകങ്ങളിലൂടെ അവരുടെ സ്നേഹവാത്സല്യങ്ങളേറ്റാണ് ചെറുപ്പകാലത്ത് വളർന്നത്. 2012 ശേഷമാണ് കൂടുതലായി സ്വാമിജിയെക്കുറിച്ച് അറിയുന്നതെന്നും ശാരദ ടീച്ചർ പറയുന്നു. പുസ്തക വായനയിലൂടെയാണ് ഇവർ സഞ്ചരിച്ച പാതയിലൂടെ തനിക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞത്. സ്വാമി വിവേകാനന്ദന്റെ പ്രസംഗം മുഴങ്ങുന്ന ചിക്കാഗോയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞതായി ശാരദ ടീച്ചർ പറയുന്നു. കാണുമ്പോൾ എന്താ പറഞ്ഞാൽ അതിൻ്റെ ഫീലിംഗ് പറഞ്ഞറിയിക്കാൻ പറ്റൂല. നമുക്ക് വെച്ചാൽ സ്വാമിയുടെ പ്രസൻസ് എല്ലായിടത്തും ഫീൽ ചെയ്യും, അതാണ് ഒന്നാമത്തെ കാര്യം. അങ്ങനെ ഒരു ആഗ്രഹം ഭഗവാൻ ശരിക്ക് പരമ കൃപാലുവായിട്ടുള്ള ഭഗവാന്റെ ആ കൃപ ഞാൻ ശരിക്കും അറിഞ്ഞു, അനുഗ്രഹിച്ചാണ്. സത്യം കണ്ടെത്തുകയും സേവനം ചെയ്യുകയുമാണ് ശരിയായ ജീവിതമെന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദന്റെ ദർശനത്തിലൂടെയാണ് ശാരദ ടീച്ചറിന്റെ ജീവിതം. ന്യൂസ് ഡെസ്ക് ജനം.